ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുടുംബാംഗങ്ങളെ, നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പവിത്രത നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തവർ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, ശബരിമലയിലുള്ള ഈശ്വരീയമായ ചൈതന്യം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ശാസ്താവിൻ്റെതല്ല, മറിച്ച് അവിടെ ശ്രീബുദ്ധൻ്റെ ഒരു ബുദ്ധവിഹാരമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അവർ ഒരുപാട് ന്യായവാദങ്ങൾ അവിടെ നിരത്തുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നത് എന്താ വെച്ചാൽ, 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ മറ്റും ഈ ഹിന്ദുക്കളായ ആൾക്കാർ ഹിന്ദു മതപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗത്തേക്ക് കുടിയേറുകയും അവിടെ ഉണ്ടായിരുന്ന ബുദ്ധക്ഷേത്രം തച്ച് തകർത്തിട്ട് അവിടെ ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ശബരിമലയിലെ ശാസ്താക്ഷേത്രം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വാദം ഇവർ വെക്കുമ്പോൾ അവർ ഒരുപാട് ന്യായവാദങ്ങൾ പറയുന്നുണ്ട്. അവിടെ ശാസ്താവായിരുന്നില്ല, മറിച്ച് ബുദ്ധനായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ന്യായവാദങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ശരിയാണെന്ന്. കൃത്യമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ശരിയായി തോന്നും. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ഈ പറഞ്ഞ് പരത്തുന്നതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്ന എല്ലാ ന്യായങ്ങളും പച്ചക്കളവാണ്. അത് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ശരണം വിളികളെയാണ് ഇവരെടുത്ത് പറയുന്നത്. അവർ പറയുന്ന ശരണം വിളികൾ എന്നുവെച്ചാൽ, ശബരിമലയിൽ നമ്മൾ പറയല്ലോ സ്വാമിയേ ശരണമയ്യപ്പ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ അത് ശരിക്കും സ്വാമിയുടെ ഇതല്ല, ശരിക്കും അവിടെ ബുദ്ധ വിഹാരത്തിൽ അല്ലെങ്കിൽ ബുദ്ധമത അനുയായികൾ വിളിക്കുന്ന ഒരു മന്ത്രമാണ് ശരണം വിളികൾ. അത് ആ ബുദ്ധ ഭിക്ഷുക്കളുടെ അല്ലെങ്കിൽ ബുദ്ധവിഹാരമായിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു തെളിവാണ് ഈ പറയുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളത്. ബുദ്ധഭിക്ഷുക്കളായ ആൾക്കാർ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് അവരിങ്ങനെ വിളിക്കാറുണ്ട്. അവർ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞിട്ട് ശരണം വിളിക്കാറുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത് എന്നും അതുകൊണ്ട് തന്നെ സ്വാമിയുടേതും ഇതും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, സ്വാമി ആയിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. നമുക്ക് നമ്മളിതിലേക്ക് നോക്കാം, ഹിന്ദു വിഭാഗത്തിലേക്ക് നോക്കാം. അമ്മേ ശരണം ശരണമെന്തംബികെ, അമ്മയല്ലാതെ ശരണമില്ല. അമ്മേ ശരണം ശരണമെന്തംബികെ, അമ്മയല്ലാതെ ശരണമില്ല. അപ്പൊ ഇവരെന്താ പറയാ, ആ അമ്മ എന്ന് പറയുന്നതും ബുദ്ധൻ തന്നെയാണ്, അവിടെയും ആ ബുദ്ധക്ഷേത്രം തകർത്തതാണ് എന്ന് നാളെ പറഞ്ഞുകൂടായികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇത് നമ്മൾ ഇപ്പോൾ സമീപകാലത്ത് വന്നതാണ്, പിന്നീട് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശ്രീബുദ്ധൻ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് നമ്മുടെ ഋഗ്വേദം എന്ന് പറയുന്നത്. ആ ഋഗ്വേദത്തിൽ 6-ാമത്തെ മണ്ഡലത്തിലെ 46-ൽ 9-ാമത്തെ ഒരു ശ്ലോകം നമുക്ക് നോക്കാം. ഇന്ദ്രത്രി ധാതു ശരണം എന്നൊരു വാക്ക് അതിലുണ്ട്, ഒരു ശ്ലോകത്തിൽ. എപ്പോഴാണ് ശ്രീബുദ്ധനും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ആ വേദത്തിലാണ് ഇന്ദ്രത്രി ധാതു ശരണം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അതുകൂടാതെ പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. മറ്റൊന്നോ, തിസ്രോ ദേവി സ്വദയാ ബർഹിരേതമച്ഛിദ്രം പാന്തു ശരണം നിഷധ്യ. ഈ ഒരു ശ്ലോകം അത് 2-ാം മണ്ഡലത്തിൽ 3-ൽ 8-ലാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും ശരണം 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 എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പേ ഈ ഒരു കാര്യമുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വേദത്തിലുള്ള ഈ ഋഗ്വേദ മന്ത്രം ഇവിടെ ഉച്ചരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വാദത്തെ നമുക്ക് ശക്തമായിട്ട് അവിടെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരാരും ഇത് പറയാറില്ല കേട്ടോ. അവരെല്ലാം പറയുന്നതെന്ന് ആ ശ്രീബുദ്ധൻ്റെ തന്നെയാണ് ഇത് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ പറയുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ, ഇത് ശബരിമല ക്ഷേത്രം, ആ ശബരിമല ക്ഷേത്രം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബുദ്ധൻ്റെ വികാരമാണ് ഉണ്ടായിരുന്നത്. ബുദ്ധക്ഷേത്രങ്ങളാണ് കാടിൻ്റെ നടുവിലും മലയുടെ മുകളിലൊക്കെയാണ് ബുദ്ധക്ഷേത്രം പണിയുക. അപ്പോൾ ഈ കാടിൻ്റെയും അതുപോലെ തന്നെ മലയുടെ മുകളിലുള്ളതെല്ലാം തന്നെ പണ്ട് കാലങ്ങളിൽ ബുദ്ധക്ഷേത്രമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവിടെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം ഉണ്ടാകാറേ ഇല്ല. മലയുടെ മുകളിലോ അല്ലെങ്കിൽ കാടിൻ്റെ നടുവിലോ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം ഉണ്ടാകാറില്ല. അത് ബുദ്ധക്ഷേത്രമേ ഉണ്ടാകാറുള്ളൂ എന്നിവർ വാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴനി മല എവിടെയാ? മലയുടെ മുകളിലാണോ അല്ലെങ്കിൽ താഴ്വരയിലാണോ? അത് ബുദ്ധക്ഷേത്രമാണെന്ന് പറയോ? വേണ്ട, ഒന്നും വേണ്ട. കൈലാസം എവിടെയാ? തിരുപ്പതി എവിടെയാണ്? കേദാർനാഥ് എന്ന് പറയുന്നത് എവിടെയാ? ബദ്രിനാഥ് എന്ന് പറയുന്നത് എവിടെയാ? ഇതൊക്കെ മലയുടെ മുകളിൽ തന്നെയല്ലേ? അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് മലയുടെ മുകളിലുള്ളതെല്ലാം തന്നെ ഇങ്ങനെയാണെന്ന് ഇവർ പറയാൻ കാരണം? അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞു നമ്മളെപ്പോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്? ഇനി കാടിൻ്റെ നടുവിലാണെന്ന് പറയുന്നത്. പണ്ടുള്ള ഒരുവിധ എല്ലാ ക്ഷേത്രങ്ങളും കാടിൽ തന്നെയാണ്. കാരണം ഇന്നത്തെ പോലെ ജനസാന്ദ്രതയൊന്നുമില്ല. ഇപ്പം കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം, കൊട്ടിയൂർ പെരുമാളുടെ ഇത് നല്ല വനത്തിനുള്ളിലാണ്. പിന്നെ അതൊന്നും വേണ്ട, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണല്ലോ ചോറ്റാനിക്കര ദേവീക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ശരിയായ വനത്തിനുള്ളിൽ തന്നെയായിരുന്നു. ആ വനത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ളതിനൊരു തെളിവ് ഇന്നും അവശേഷിക്കാൻ കാരണം എന്നറിയാം. പണ്ട് കാലങ്ങളിൽ വനത്തിനുള്ളിൽ നിന്നുള്ള മൃഗശല്യം ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ വെടി വഴിപാടുന്നൊരു കാര്യം നടത്തിയത്. കാരണം പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം അകന്നു പോകും. അപ്പോൾ ഈ അകന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അകന്നു പോകാനായിട്ട് അവിടെ പടക്കം പൊട്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ചെയ്യുക. അല്ലാണ്ട് അതിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതൊന്നും ചെയ്യില്ല. കാരണം ഒന്നിനും ദ്രോഹിക്കാതെയാണ് ക്ഷേത്ര വിശ്വാസികൾ പോവുക. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അതിന് ഓടിക്കാനായിട്ട് പടക്കം പൊട്ടിക്കും. പക്ഷേ സാമ്പത്തിക ശേഷി വളരെ കുറവുള്ള കാലഘട്ടത്തിൽ പടക്കം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കണമെങ്കിൽ അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭക്തജനങ്ങളോട് ഒരു വഴിപാടായിട്ട് ഇവരത് നടത്തി. ഇന്നും ശബരിമലയിൽ ചെയ്യുന്നത് അതാണ്. ശബരിമലയിലും കാളകെട്ടിയിലും എരുമേലിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെടിവഴിപാട് നടത്തുന്നില്ലേ? അത് ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലങ്ങളിൽ ഏറ്റുമാനൂരായാലും ഈ പറഞ്ഞ ചോറ്റാനിക്കരയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വനമായിരുന്നു എന്നും അവിടെ വരുന്ന വന്യമൃഗങ്ങളെ ഓടിക്കാനാണ് അവിടെ വെടിവഴിപാട് നടത്തിയെന്നും. പക്ഷെ എന്താണെന്ന് അറിയില്ല, അത് ഇപ്പോഴും തുടർന്ന് വരുന്നു. അന്നത്തെ അത് ഇന്ന് നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞു. അന്ന് ചെയ്തത് മൃഗങ്ങളെ ഓടിക്കാനാണെങ്കിൽ ഇന്ന് മൃഗങ്ങളല്ല. ഇന്ന് വെച്ചാൽ രണ്ടു കാലുള്ള മനുഷ്യമൃഗങ്ങളെയാണ് നമുക്ക് ഇന്ന് ഓടിക്കേണ്ടത്. മനസ്സിലായില്ല? ക്ഷേത്ര വിശ്വാസികളല്ലാത്ത, ക്ഷേത്രത്തിന് ദ്രോഹിക്കുന്ന ഇരുകാലി മൃഗങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എല്ലാ ക്ഷേത്രങ്ങളും, ഒരുവിധ ക്ഷേത്രങ്ങളെല്ലാം പണ്ട് കാലങ്ങളിൽ വനത്തിന് നടുവിലായിരുന്നു. ഇപ്പോഴത് പട്ടണമായി തീർന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇതുകൂടാതെ വനത്തിനുള്ളിലായിട്ട് ഇപ്പോൾ ഇടുക്കിയിൽ പോയി കഴിഞ്ഞാലും വയനാട്ടിൽ പോയി കഴിഞ്ഞാലും തിരുനെല്ലി ക്ഷേത്രം അടക്കം, വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം അടക്കം എന്താണ് ഇത്തരത്തിലുള്ള വനത്തിനും അതുപോലെ തന്നെ ചെറിയ കുന്നിൻ്റെ ഒക്കെ മുകളിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. പിന്നെ പറയുന്നത് വെച്ചാൽ അയ്യപ്പനും ശ്രീബുദ്ധനും ഇരിക്കുന്നത് ഒരേ വിധത്തിലാണ്. രണ്ടുപേരുടെയും ധ്യാനനിദ്ര അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുന്നുള്ളൂ, അത് ഒരേ ഭാവത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ശാസ്താവിരിക്കുന്ന ഭാവത്തിലുള്ള, ശാസ്താവിരിക്കുന്നത് എങ്ങനെയാ? യോഗപട്ടബന്ധാസനത്തിലാണ്. യോഗപട്ട കൊണ്ട്, കാരണം വെച്ചാൽ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പട്ട കൊണ്ട് ബന്ധിച്ചിട്ട് ഇരിക്കുന്ന, അത് ഉത്കടാസനം എന്നാണ് പറയുക. ആ ഉത്കടാസനത്തിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ശാസ്താവിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവർ പറഞ്ഞ് ബുദ്ധൻ ഇരിക്കുന്നതും അതേപോലെ ധ്യാനത്തിലാണെന്നാണ് പറയുന്നത്. ധ്യാനത്തിൽ ഒരുപാട് ദേവതാമാർ ഇരിക്കുന്നുണ്ട്. ശിവന്റെ തന്നെ നമുക്ക് ധ്യാനത്തിലാണ് ഇരിക്കുന്നത്, ശിവൻ്റെത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, അപൂർവം ചില സ്ഥലങ്ങളിൽ യോഗപട്ടത്തോടു കൂടിയുള്ള ശ്രീബുദ്ധന്റെ പ്രതിഷ്ഠയുണ്ട് എന്നാണ് ഇവർ ഇതിന് പറയുന്ന ന്യായം. എന്നാൽ ശ്രീബുദ്ധന്റെ പ്രതിഷ്ഠ ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ശ്രീ ശാസ്താവിന്റെ പ്രതിഷ്ഠ അങ്ങനെ ആയതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ യോഗ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയുണ്ട്. ഇതേപോലെ പട്ടബന്ധത്തിലിരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ, യോഗ പട്ട നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണാൻ കഴിയും.
അപ്പോൾ അതും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ തന്നെ യാദുരഗിരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തിൽ അഗസ്ത്യ മുനിയുടെ യോഗപട്ടബന്ധത്തോട് ഇരിക്കുന്ന ക്ഷേത്രമുണ്ട്. അപ്പോൾ യോഗപട്ടബന്ധം ആയതുകൊണ്ട് ആണ് ഈ പറയുന്ന ബുദ്ധനാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം അതും അവിടെ തകരുകയാണ്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൈ പിടിച്ചിരിക്കുന്നത് ഒരേ വിധത്തിലാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ളത് ഇങ്ങനെയാണ് രണ്ടുപേരും കൈവച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്, ചിന്മുദ്ര എന്നുള്ള ഭാവം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്താവ് മാത്രമേ ഉള്ളൂ ചിന്മുദ്രയിൽ. ശാസ്താവ് ഇങ്ങനെ മുട്ടിൻ്റെ മുകളിൽ കൈവച്ചിരിക്കുമ്പോൾ ശ്രീബുദ്ധൻ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ ഈ അരക്കെട്ടിൽ നമ്മൾ വെച്ചാൽ മടിയിലാണ് ഇത് വെച്ചിട്ട്, ഇത് നിർവാണ മുദ്രയാണ്. കൈ നമ്മുടെ ഈ പൊക്കിന് താഴെയായിട്ട് കൈ മടിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് നിർവാണ മുദ്രയാണ്. ഇങ്ങനെയുള്ളത് ചിന്മുദ്രയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ കൈവച്ചിരിക്കുന്നതിനെ പോലും ഇവർ ശ്രീബുദ്ധനാണ് ശാസ്താവ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വാദവും അവിടെ പൊളിയുകയാണ്. അതുപോലെ തന്നെ യോഗപട്ടബന്ധനത്തിൽ പറഞ്ഞതും ആ വാദവും അവിടെ പൊളിയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ എല്ലാവരും എടുത്തു പറയുന്നൊരു വാക്കെന്നറിയോ? ശാസ്താവ് എന്ന പേര് ശ്രീബുദ്ധൻ്റെതാണ്. ശ്രീബുദ്ധന് ശാസ്താവ് എന്നൊരു പേര് ഉണ്ട് എന്നുള്ളത് അമരകോശത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്, അങ്ങനെ ഒരു വാദമുണ്ട് കേട്ടോ. ശ്രീബുദ്ധന് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ വിനായകൻ എന്നൊരു പേരും കൂടി ശാസ്താവിന് അർത്ഥമുണ്ട്. വിനായകൻ എന്ന ഒരു പേരുണ്ടല്ലോ, ആ വിനായകൻ എന്ന പേരിന് അമരകോശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശാസ്താവ് എന്നൊരു പേര് കാണാം. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ശാസ്താവിൻ്റെ പേര് അമരകോശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മർജിദ്, ഭഗവാൻ, ദശപാല, മുനി, ശാസ്ത, വിനായക ഇങ്ങനെയുള്ളതാണ് പര്യായ പദങ്ങളായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ വിനായകൻ എന്നടക്കം. അപ്പോൾ വിനായകൻ ഇപ്പോൾ ഗണപതിയും നാളെ ശ്രീബുദ്ധനാണെന്ന് പറഞ്ഞുകൂടായികയില്ല എന്നർത്ഥം. അപ്പോൾ ഒരേ പേരിൽ ഒരുപാട് നാനാർത്ഥങ്ങളും അല്ലെങ്കിൽ പര്യായ പദങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് അതിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ശാസ്ത എന്നുള്ളത് ഗണപതിക്ക് വെച്ചാൽ വിനായകനും ഉണ്ട്, അതുപോലെ ശാസ്താവിൻ്റെ ഇതായിട്ടും പറയുന്നുണ്ട്, അല്ലെങ്കിൽ മണികണ്ഠൻ്റെ ആ ഇതിനങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ മുനി ഋഷിമാർക്ക് ശാസ്ത എന്ന് പറയാറുണ്ട്. സാക്ഷാൽ ഭഗവാനെ ശാസ്ത എന്ന് വിളിക്കാം. അമരകോശത്തിൽ ഇതൊക്കെ എടുത്ത് പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയുന്നറിയാം, അവരിപ്പോൾ പുതുതായി കൊണ്ടുവരുന്നൊരു വാദമാണ്, 6ാമത്തെ വാദമാണ്. ലോകപ്രശസ്ത ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസങ് തൻ്റെ കൃതികളിലും ശബരിമല ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ പറയുന്ന ആ പുണ്യാത്മാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ ഹുയാൻസാങ് എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി കേരളത്തിൽ വന്നിട്ടൊന്നല്ല, കേരളത്തിൻ്റെ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ശബരിമലയുടെ ഭാഗം മാത്രമല്ല, കേരളത്തിലുള്ള ആ ഒരു ഭാഗത്തേക്കേ ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ പറയുന്ന ആരും പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല. ഇങ്ങനെയുണ്ട് ഇത് പറയും, അത്ര തന്നെ. വേണമെങ്കിൽ നമുക്ക് പറയാം, മാർക്കോ പോള കേരളത്തിൽ വന്നിട്ട് ശബരിമല ക്ഷേത്രത്തിൽ പോയി, അപ്പോൾ അന്നേരം ബുദ്ധൻ്റെ വേണ്ടി പൂജ ചെയ്യുന്നുണ്ട്, ഇത് വെറുതെ അയാളെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെളിവുണ്ടാ? ഉണ്ട് എന്ന് പറയുമ്പോൾ ആ തെളിവ് കാണിക്കാൻ ഇവർക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താ? അങ്ങനെയില്ല, ഉണ്ടെങ്കിലല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ അതും ഇവിടെ തകരുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. പിന്നെ അവസാനത്തെ ഒരു കാര്യം കൂടി പറയാം. ഈ ശാസ്താവുണ്ടല്ലോ, ശാസ്താവിൻ്റെ പ്രത്യേകത എന്താ? ശത്രു സംഹാരകനാണ് ശാസ്താവ്. എന്ന് ശ്രീബുദ്ധനോ അഹിംസാവാദി. അങ്ങനെ അഹിംസാവാദിയായ ശ്രീബുദ്ധനും ശത്രു സംഹാരകനായിട്ടുള്ള ശാസ്താവും ഒരാളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? രണ്ട് സ്വഭാവമാണുള്ളത്. അപ്പോൾ അതും അവിടെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ ശാസ്താവിൻ്റെ ഇത് പറയുമ്പോൾ വില്ലൻ, വില്ലാളി വീരൻ എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശത്രു സംഹാരമൂർത്തി ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അഹിംസാവാദിയായിട്ട് എല്ലാവരും ശാന്തി മന്ത്രം ജപിച്ചു പോകുന്ന ബുദ്ധ ഭഗവാനും ശാസ്താവും ഒന്നാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിനുള്ള ഒരു തെളിവ് പോലും അവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് ശാസ്താവല്ല
ബുദ്ധനാണ്, ഹിന്ദുക്കൾ ക്രൂരന്മാരാണ്, ഹിന്ദുക്കൾ അടിച്ചു പൊളിച്ച് തകർത്ത ക്ഷേത്രം തന്നെയാണ് അവിടെ മാത്രമല്ല വേണ്ടി വന്ന ഗുരുവായൂരും അതുപോലെ തന്നെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവും കടലായിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രവും ചോറ്റാനിക്കര ദേവീക്ഷേത്രവും എല്ലാം ബുദ്ധൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾ സമർത്ഥിക്കും. അതിനുള്ള പദ്ധതികളും ഞങ്ങൾക്കുണ്ട് എന്ന വിധത്തിലാണ് ഇവർ ഓരോ ന്യായവാദങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിൽ പോലും ഇവരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഇത് വരണ്ടേ, സാമ്യമായിട്ട് വരേണ്ടത്. ഒരാൾ ഇങ്ങനെ ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വനത്തിലായതുകൊണ്ടോ അല്ലെങ്കിൽ ആ മന്ത്രം അങ്ങനെ ആയതുകൊണ്ടോ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഓം എന്നുള്ള ഒരു മന്ത്രം എല്ലാ ദേവീദേവന്മാരുടെയും സ്തുതിയിലും അല്ലെങ്കിൽ മന്ത്രം ജപിക്കുമ്പോൾ ഈ ഓംകാരം ജപിക്കും. അതുകൊണ്ട് ഓം നമ ശിവായ. അപ്പൊ ശിവന്റെ മുന്നിലുള്ള ഓം എന്ന് നമ്മൾ ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ശരണം എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ബുദ്ധനും ഇതും ഒന്നാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ഒക്കെ തന്നെ ഇവർ കൊണ്ടുവരുന്ന ന്യായവാദങ്ങളെല്ലാം തന്നെ വിശ്വസിക്കാൻ യോഗ്യമല്ലാത്തതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മുടന്ത ന്യായങ്ങൾ നമ്മൾ കേട്ടാൽ പുച്ഛിച്ച് തള്ളുകയാണ് വേണ്ടത്. നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യായവാദങ്ങൾ അവർക്ക് മുന്നിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. ഇതൊന്നല്ല കേട്ടോ, ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് നിരവധി പദ്ധതികളുമായിട്ട് നിരവധി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ശാസ്താവും ചാത്തനും ഒക്കെ വന്നിട്ടുണ്ട്. ശാസ്താവ് തന്നെയാണ് ചാത്തൻ, കുട്ടിച്ചാത്തനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. അവർ പറയുന്ന ന്യായവാദങ്ങൾക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് മറുപടി പറയാം. ഏതായാലും ഞാൻ ഈ ഒരു കാര്യം സജ്ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്യുന്നത് മാത്രം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.